പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൽ ഇതെന്താ? ഈ മാലയ്ക്ക് പോയി മാലയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഞാൻ അങ്ങ് ഒഴിഞ്ഞു പോകണമെന്നാണോ? ഇപ്പോ എന്റെ മുഖത്ത് നോക്കി തന്നെ പറയണമെന്ന് പറയും. ഇത് കേട്ടതോടുകൂടി തന്നെ വിക്രം ആകെ വെപ്രാളത്തിലായി. എന്ത് പറയണമെന്നറിയാതെ അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നീ എൻ്റെ മനസ്സിൽ അത്രമേൽ ആഴത്തിൽ കയറിക്കൂടിയിട്ടുണ്ട് എന്നും നീ ഇല്ലാതെ എനിക്കൊരു പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയില്ല എന്നും ആ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ ഉറക്കെ വിളിച്ചു പറയണമെന്ന് വിക്രമിന്റെ മനസ്സ് കൊതിക്കും. പക്ഷേ മനസ്സിലുള്ള സ്നേഹം ഉള്ളിലൊതുക്കിക്കൊണ്ട് തന്നെ വിക്രം പറയുന്നുണ്ട്, നീ ഇങ്ങനെ കാട് കയറി ചിന്തിക്കാതെ വേദേ. ദീപ്തിയും വരുണും പരസ്പരം ഇഷ്ടപ്പെട്ട് അവരുടെ ജീവിതം തിരഞ്ഞെടുത്തവരാണ്. അവർക്കൊരിക്കലും പിരിയാനാവില്ലെന്ന് അവർ ഒരേ മനസ്സോടുകൂടെ പറയുന്നുമുണ്ട്. പക്ഷേ നമ്മളൊന്നും അങ്ങനെയല്ലല്ലോ. നമ്മൾ തമ്മിൽ സ്നേഹിച്ചിട്ടൊന്നുമില്ലല്ലോ, കണ്ടിട്ട് പോലുമില്ലായിരുന്നു. ആ ക്ഷേത്രത്തിൽ വെച്ച് അന്നത്തെ ആ ദേഷ്യത്തിൽ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയതാ. അതിന്റെ പേരിൽ നീ ആ വീട് വിട്ട് ഇറങ്ങി വന്നത് നിന്റെ മാത്രം തീരുമാനമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അവർ തമ്മിലുള്ള ഇഷ്ടം ജെനുവിൻ ആണെന്ന്. അപ്പോ വേദ പറയുന്നുണ്ട്, ശരിയാ, നിങ്ങൾ പറഞ്ഞതെല്ലാം തന്നെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ ചോദിച്ചത് നിങ്ങൾ ഇതുവരെ മറുപടി തന്നിട്ടില്ല. അതിനാദ്യം മറുപടി പറയും. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണോ എന്ന്. ഇത് കേട്ടതോടുകൂടി തന്നെ വിക്രം ഒന്ന് ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ വേദ. അപ്പൊ പിന്നെ അങ്ങനെ പറയണോ? വേദ വിടുന്ന മട്ടില്ല. ആ, ഇപ്പൊ ഞാൻ നിങ്ങളെ വെറുതെ വിട്ടു, മലക്ക് പോയിട്ട് തിരികെ വാ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. വിക്രം അവളെ നോക്കിക്കൊണ്ട് തന്നെ ഒന്ന് ചിരിച്ചു. അന്നേരം വേദ പറയുന്നുണ്ട്, ദാ ദീപ്തിയും വരുണും അവിടെ നിൽക്കുന്നുണ്ട്. ഇനി മറ്റൊന്നും ചിന്തിക്കേണ്ട, നമുക്ക് അവരുടെ തീരുമാനം എന്താണെന്നറിയാം. അങ്ങനെ രണ്ടുപേരും കൂടി വരുണിനെയും ദീപ്തിയുടെയും കാണാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്താ ചേച്ചി, ഞങ്ങൾ ഒരുമിച്ച് കാണണമെന്ന് പറഞ്ഞത്? ദീപ്തി പരിഭ്രമത്തോടെ തന്നെ വേദയോട് ചോദിച്ചു. എന്തായിരിക്കും ഇവർക്ക് പറയാനുള്ളത് എന്ന് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു രണ്ടുപേരുടെയും മുഖത്ത്. അന്നേരം വേദ വിക്രമിനെ നോക്കിക്കൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ തീരുമാനം അറിയാൻ വേണ്ടി തന്നെയാണ്. നിങ്ങൾ ഇപ്പോഴും ഈ ബന്ധത്തിൽ നിന്നും പിന്മാറില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? അന്നേരം ദീപ്തി വരുണും ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ തീരുമാനത്തിൽ യാതൊരുവിധ മാറ്റവുമില്ല. വീട്ടുകാർ എതിർത്താലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ജീവിക്കും. അന്നേരം വിക്രം വരുണിനോട് ചോദിക്കുന്നത്, നിനക്കെന്താ പറയാനുള്ളത്? ദീപ്തിയുടെ തീരുമാനം തന്നെയാണോ നിന്റെയും? വരുൺ പറയുന്നുണ്ട്, എനിക്കതിനുള്ള അർഹതയോ യോഗ്യതയോ ഒന്നും തന്നെ ഇല്ല വിക്രമേട്ടാ. ചേട്ടൻ പറയുന്നത് പോലെ തന്നെ ഞാൻ അനുസരിക്കാം. എല്ലാവർക്കും വേണ്ടി ഇവളെ മറക്കാൻ ഞാൻ ശ്രമിക്കാം. പക്ഷേ ഇനി ഒരിക്കലും എനിക്ക് ആ ഒരു പഴയ സന്തോഷമോ സമാധാനമോ കിട്ടില്ല. എൻ്റെ ജീവിതം എങ്ങോട്ടേക്ക് പോകുമെന്ന് പോലും എനിക്ക് നിശ്ചയമില്ല. ഇത് കേട്ടതോടുകൂടി തന്നെ വേദ പറയുന്നുണ്ട്, തൽക്കാലം നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കേണ്ട. രണ്ടുപേരും വീട്ടുകാരെ വേദനിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു തീരുമാനമെടുക്കാനും നിൽക്കണ്ട. അച്ഛനെക്കുറിച്ച് നിനക്കറിയാമല്ലോ ദീപ്തി. നീ ഇപ്പൊ ചെയ്യേണ്ടത് കുറച്ചു കാലത്തേക്ക് നിങ്ങൾ തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്യാതിരിക്കുക എന്നതാണ്. വരുണിനെ മറന്നു എന്ന് വീട്ടുകാരോട് പറയണം. അപ്പോൾ ദീപ്തി ആകെ ഞെട്ടിപ്പോയി. ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? ഞാൻ എന്തിനാ അങ്ങനെ കള്ളം പറയുന്നത്? അച്ഛനും ഏട്ടനും കൂടി എനിക്ക് വേറെ കല്യാണം ആലോചിക്കില്ലേ? എനിക്ക് ആരെയും പേടിയില്ല. അച്ഛനെ ധിക്കരിച്ചാണെങ്കിലും ഞാൻ വരുണിന്റെ കൂടെ തന്നെ പോകും. വേദ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, മോളെ, ഞാൻ പറയുന്നത് നീ ഒന്ന് സാവകാശം കേൾക്ക്. തൽക്കാലം അവരെല്ലാം അങ്ങനെ വിശ്വസിക്കട്ടെ. അച്ഛനെ നമുക്ക് സാവകാശം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. എടുത്തു ചാടി നീ ഒരിക്കലും ഒരു തീരുമാനമെടുക്കരുത്. നിങ്ങൾ വേറെ എന്തെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമായിരിക്കും. ഈ ചേച്ചി ഒരു വാക്ക് തരാണ്, നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഒന്നിപ്പിക്കും. അതുപോലെ. ഇത് കേട്ടപ്പോൾ തന്നെ അവർക്ക് വലിയ സന്തോഷമായിരുന്നു. ബൈക്കിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞത് ശരിക്കും കാര്യമായിട്ടാണോ? ഇരക്കും ഉള്ളിലും കേടില്ലാതെ ഈ പ്രശ്നം തീർക്കണമല്ലോ. വേദ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അല്ലാണ്ട് പിന്നെ ഞാൻ എന്ത് പറയണം? നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ടേക്ക് വരൂ എൻ്റെ കൂടെ. നമുക്ക് നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോയിട്ട് കല്യാണം നടത്തി തരാമെന്ന് പറയേണ്ടിയിരുന്നോ? അന്നേരം വിക്രം ചിരിച്ചുകൊണ്ട് തന്നെ വേദയോട് പറഞ്ഞിട്ട്, നിനക്കൊരൽപ്പം ഉരുളക്കുപ്പേരി പോലെയുള്ള മറുപടി കൂടുതലാണ്. പിന്നീട് അങ്ങനെ വഴിമധ്യേ വിക്രം ബൈക്ക് നിർത്തി കരിക്ക് വാങ്ങിക്കൊണ്ട് തന്നെ വേദക്ക് കൊടുക്കും. വേദ വിക്രമിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. എന്താ, എന്തെങ്കിലും നിനക്കെന്നോട് പറയാനുണ്ടോ എന്ന് വിക്രം ചോദിച്ചപ്പോൾ വേദ പറയും, ഞാൻ അച്ഛനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അച്ഛനെ എങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കും? നിങ്ങളെ ഇപ്പോൾ ശത്രുപക്ഷത്താണല്ലോ അച്ഛൻ കാണുന്നത്. അന്നേരം വിക്രം പറയുന്നത്, അതെ, അച്ഛൻ്റെ സ്വപ്നമെല്ലാം തന്നെ തകർത്തിട്ടാണല്ലോ നീ എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നത്. നിന്നെ ഞാൻ അങ്ങ് സോപ്പിട്ട് കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണെന്നാണ് നിന്റെ വീട്ടുകാരെല്ലാവരും കരുതിയിരിക്കുന്നത്. നീ എന്നെ ഉപേക്ഷിച്ചു പോയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതൊക്കെ. ഇത് കേട്ടതോടുകൂടി തന്നെ വേദക്ക് ദേഷ്യം വന്നു. വിക്രം ചിരിച്ചുകൊണ്ട് അവളെ നോക്കി നിൽക്കുന്നുണ്ട്. നിന്റെ അച്ഛന് നീ എന്ന് വെച്ച ജീവനാ. സാറിന് നിന്നോട് സ്നേഹവും വാത്സല്യവും മാത്രമേ ഉള്ളൂ. അന്നേരം വേദ തിരിച്ചു ചോദിക്കുന്നുണ്ട്, എനിക്ക് അങ്ങനെയുള്ള അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും ഒന്നും തന്നെ വേണ്ടെങ്കിലോ?
വിക്രം അവളെ ഒരു നോട്ടം നോക്കി. വേദ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇനി ഏതായാലും കൂടുതലൊന്നും പറയണ്ട, ആ കരിക്ക് കുടിച്ചിട്ട് നീ വേഗം ഇങ്ങോട്ടേക്ക് വരാൻ നോക്ക്. പിന്നീട് അവർ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. കമലയും ശ്രീജയും നന്ദിനിയും വിഷ്ണുവും എല്ലാവരും അവിടെ തീർത്ഥാടനത്തിന് പോകുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. വിക്രം ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് നന്ദിനി പറയുന്നുണ്ട്, മാലയിട്ടതിനു ശേഷം വിക്രം പാവമായല്ലോ. ഇപ്പോൾ വേദയെ വിക്രമിന് ഭയങ്കര ഇഷ്ടമാണ്. അത് കണ്ടാൽ തന്നെ അറിയാം അവർ ഭാര്യയും ഭർത്താവുമല്ലേ, അങ്ങനെയല്ലേ വേണ്ടത് എന്ന് നന്ദിനി എല്ലാവരെയും സോപ്പിടുന്നുണ്ട്. മുറിയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ വേദ വിക്രമിനോട് പറയും, നമുക്ക് സമാധാനമായിട്ട് പോയിട്ട് വരാം. മലക്ക് പോയി വരുമ്പോൾ നിങ്ങൾ പുതിയൊരാളായിരിക്കണം, ഇല്ലെങ്കിലുണ്ടല്ലോ ഈ മൂക്ക് ഞാനങ്ങ് ചെത്തിക്കളയുമെന്ന് പറയും. വേദ കുശുമ്പോട് കൂടെ തന്നെ വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ വിക്രമിനോട് സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് തന്നെ വിക്രം അവളെ സ്നേഹത്തോടെയൊന്ന് നോക്കി. അങ്ങനെ നിങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് എന്ന് വേദ പറഞ്ഞപ്പോൾ വിക്രമിന്റെ കണ്ണുകളിൽ പ്രണയം ആളിപ്പടരുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സിലുള്ള സ്നേഹം തുറന്നു പറയാൻ അവൾക്ക് ഒരുപാടധികം കൊതിയുണ്ടായിരുന്നു. അങ്ങനെ വേദയുടെ മനസ്സിലുള്ള സർപ്രൈസ് എന്തായിരിക്കുമെന്ന ആകാംക്ഷയിൽ വിക്രം അവളെ തന്നെ നോക്കി നിന്നു. അവന്റെ മനസ്സിൽ പ്രണയം തിരതല്ലുന്നുണ്ട് എങ്കിലും അത് പുറത്തു പറയാനുള്ള മടി അവനെ തടഞ്ഞു നിർത്തി. ആ രാത്രി അവർ മുറിയിൽ സംസാരിച്ചിരിക്കുമ്പോൾ വിക്രം പതിയെ വേദയുടെ അരികിലേക്ക് ചെന്നു. വേദ, നീ പറഞ്ഞ ആ സർപ്രൈസ് എന്താണെന്ന് എനിക്കിപ്പോഴേ അറിയണം, അവൻ പതർച്ചയോടെ ചോദിച്ചു. വേദ ഒരു കുസൃതിയോടെ അവനെ നോക്കി, അതിന് ഇത്ര ധൃതിയായോ എന്ന് ചോദിക്കും. മലക്ക് പോയിട്ട് പവിത്രമായി തിരിച്ചു വരൂ, അപ്പോ ഈ വേദയുടെ മനസ്സിലുള്ള വലിയൊരു രഹസ്യം ഞാൻ പുറത്തു പറഞ്ഞു തരാമെന്ന് പറയാണ്. യാത്രയുടെ ഒരുക്കങ്ങൾ വീട്ടിൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം പുലർച്ചെ തന്നെ എല്ലാവരും കൂടി കുടുംബക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. യാത്രയിലുടനീളം വിക്രമിന്റെ കണ്ണുകൾ വേദയെ തിരയുന്നുണ്ടായിരുന്നു. അവൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിക്കുന്നത് കാണുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരു അഭിമാനം തോന്നി. പണ്ട് താൻ വെറുത്തിരുന്ന പെൺകുട്ടി ഇന്ന് തന്റെ കുടുംബത്തിന്റെ വിളക്കായി മാറിയിരിക്കുന്നു എന്ന സത്യം അവൻ തിരിച്ചറിഞ്ഞു. വഴിയിലെ ചെറിയ അമ്പലത്തിൽ തൊഴുതിറങ്ങിയപ്പോൾ വിക്രം വേദയുടെ കൈകളിൽ പതിയെ പിടിച്ചു. നമ്മൾ എന്നും ഇങ്ങനെ ഒരുമിച്ചുണ്ടാവില്ലേ വേദ? വിക്രമിന്റെ ചോദ്യം കേട്ട് അവളൊന്ന് ഞെട്ടി. പിന്നെ അവന്റെ കണ്ണുകളിലെ ആർദ്രത കണ്ട് മറുപടിയായി അവന്റെ കൈകളിലൊന്ന് അമർത്തി പിടിച്ചു. തിരികെ വീട്ടിലെത്തിയപ്പോൾ ദീപ്തിയും വരുണും അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വേദ പറഞ്ഞതുപോലെ അവർ വീട്ടുകാരോട് തൽക്കാലം അകലം പാലിച്ചുവെങ്കിലും അവരുടെ ഉള്ളിലെ സ്നേഹമൊന്നും തളർന്നിരുന്നില്ല. വേദ അവരെ രഹസ്യമായി വിളിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാം ശരിയാവും, അച്ഛന്റെ ദേഷ്യം മാറുന്ന സമയം നോക്കി ഞാൻ തന്നെ കാര്യം അവതരിപ്പിച്ചോളാം. ഈ ഉറപ്പ് കേട്ടപ്പോൾ അവർക്കെല്ലാവർക്കും വലിയ ആശ്വാസമായി. വിക്രം മലക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി. പോകുന്നതിന് തൊട്ടു മുൻപേ വേദ അവന്റെ മുറിയിലെത്തി ഒരു ചെറിയ പൊതി അവന് നേരെ നീട്ടി. ഇതെന്താണെന്ന് വിക്രം ചോദിച്ചപ്പോൾ ഇത് നിങ്ങൾ അവിടെ ചെന്ന് മാത്രം തുറന്നു നോക്കിയാൽ മതിയെന്നായിരുന്നു അവളുടെ മറുപടി. വിക്രം അങ്ങനെ മലയിലേക്ക് യാത്രയായി. മലയിലെ ആത്മീയ നിമിഷങ്ങളിലും അവന്റെ മനസ്സ് നിറയെ വേദയായിരുന്നു. അവൾ തന്ന പൊതി തുറന്നപ്പോൾ അതിൽ ചെറിയൊരു ഫോട്ടോയും കുറിപ്പും ഉണ്ടായിരുന്നു. വിക്രം ആദ്യമായി വേദയെ നോക്കി ചിരിച്ച ആ ഒരു നിമിഷത്തെ ഫോട്ടോയായിരുന്നു അത്. ആ ഒരു കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ഈ ചിരിയാണ് എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം. നിങ്ങൾ തിരികെ വരുമ്പോൾ പഴയ വിക്രമായിട്ടല്ല, എന്നെ പ്രണയിക്കുന്ന എൻ്റെ സ്വന്തം വിക്രമായി തന്നെ തിരികെ വരണമെന്നാണ് വേദ അതിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ മലകയറ്റം എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയ വിക്രം നേരെ പോയത് വേദയുടെ അച്ഛൻ്റെ അടുത്തേക്കായിരുന്നു. തൻ്റെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് വേദയെ താൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നും ദീപ്തിയുടെയും വരുണിൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്നും തന്നെ അവൻ അഭ്യർത്ഥിച്ചു. വിക്രമിൻ്റെ മാറ്റം കണ്ടപ്പോൾ ശങ്കരനാരായണന്റെ മനസ്സ് പതിയെ അലിഞ്ഞു. വീട്ടിൽ തിരിച്ചെത്തിയ വിക്രം എല്ലാവരുടെയും മുന്നിൽ വെച്ച് വേദയെ ചേർത്ത് പിടിച്ചു. വേദയുടെ ആ വലിയ സർപ്രൈസ് മറ്റൊന്നുമല്ലായിരുന്നു, താൻ വിക്രമിൻ്റെ കുട്ടിയെ വയറ്റിൽ ചുമക്കുന്നു എന്ന വാർത്തയായിരുന്നു അത്. അങ്ങനെ ആ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞതോടുകൂടി തന്നെ രണ്ട് കുടുംബാംഗങ്ങളും തമ്മിൽ എല്ലാ ശത്രുതയും മാറി. വിക്രമിന്റെയും വേദയുടെയും പ്രണയം ഒരു പവിത്രമായി തുടരുമ്പോൾ ദീപ്തിയുടെയും വരുണിന്റെയും വിവാഹത്തിന് എല്ലാവിധ സമ്മതവും മൂളി. സ്നേഹത്തിന് മുന്നിൽ പകയും ദേഷ്യവും എല്ലാം അസ്തമിക്കുമെന്ന് തെളിയിച്ചുകൊണ്ട് തന്നെ ആ വീട്ടിൽ എല്ലാവരും സന്തോഷമായി നിൽക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.